സ്തോത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കർത്താവ് നമുക്ക് കൂടി വലിയ കൃപ നൽകി. അവൻ്റെ വലിയ നാമത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ പാദപീഠത്തിൽ അവങ്കിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവസ്ഥിതിയിലായിരിക്കാം. ഹല്ലേലൂയ. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ വെച്ചുകൊണ്ട് പത്രോസിനോട് പറഞ്ഞതുപോലെ കർത്താവ് നിന്നോട് കൽപ്പിച്ചത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് തന്നെയായിരിക്കും സംസാരിക്കുന്നത്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ ദൈവവചനത്തിൻ്റെ വിഷയങ്ങളെ പലതും ചിന്തിച്ചു. ഇന്ന് 4ാമത്തെ ദിവസമാണ്. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചതിൻ്റെ ഒരു ജസ്റ്റ് അത് ഞാൻ പുതിയതായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. സ്തോത്രം. ഈ റോമലേഖനത്തിൻ്റെ തീം, നിങ്ങൾ ഏത് ലേഖനം വായിച്ചാലും ആ ലേഖനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു തീം മനസ്സിലാക്കിയെടുക്കണം. അല്ലാത്തടത്തോളം നിങ്ങൾ അവിടുന്ന് ഓരോ വാക്യങ്ങൾ വായിച്ച ടോട്ടൽ ഡിസപ്ഷനിലേക്ക് പോകും. ഇങ്ങനെയാണ് അനേക വിഷയങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ഞാനൊരു ഉദാഹരണം പറയാം. ഫിലിപ്പിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം എഴുതുന്നത്. അപ്പം ഫിലിപ്പിയ സഭയെ ഉറപ്പിച്ചു. അതിനുശേഷം താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ആമേൻ അത്ര കഷ്ടതര മാർഗത്തിൽ പോകുമ്പോൾ തന്നെയും മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു ലേഖനമായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് യെരുശലേമിലുണ്ടായിരുന്ന ഒരു ക്ഷാമം കടന്നു വരികയും അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി മറ്റ് മാസിഡോണിൽ നിന്നും മക്കെദോനിക്കയിൽ നിന്നൊക്കെയും ചെറിയ പിരിവുകളെടുത്ത് നമുക്ക് മലയാള ഭാഷയിൽ വേണമെങ്കിൽ പറയാം, എടുത്തുകൊണ്ട് അവരുടെ സഹായത്തിന് വേണ്ടി ഓരോരുത്തർക്കും അവരാരാകുന്ന വിധത്തിലൊരു സഹായം അവർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ആഹ്വാനം ചെയ്ത് പലരും സഹായിച്ചു. അപ്പോൾ അതിൽ നിന്നൊരു വാക്യം എടുക്കുന്ന 4:19 എടുത്തുകൊണ്ട് അത് വേണമെങ്കിൽ പ്രോസ്പെരിറ്റി തിയോളജി പ്രസംഗിക്കാം. അതേപോലെ അനേക വാക്യങ്ങളുണ്ട്. പക്ഷെ ആ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ മുഴുവൻ തീം പഠിച്ചാലോ നേരെ ഓപ്പോസിറ്റാണ്. അതേപോലെ ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങളൊരു ലേഖനം എടുത്തു വായിക്കുമ്പോൾ ആ ലേഖനത്തിൻ്റെ തീം, ആർക്കാണ് എഴുതുന്നത്, അതിൻ്റെ തീം, ടോട്ടൽ തീം എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് മലയാളം ബൈബിൾ വായിച്ചാൽ അത്ര ഈസി ആയിട്ട് മനസ്സിലാകുകയില്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ആംപ്ലിഫൈഡ് ബൈബിളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയ വേണ്ടത്രയുണ്ടല്ലോ, ഏതെങ്കിലും നല്ല ബൈബിൾ കോളേജിൻ്റെ മറ്റും ഒരു ആപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തീം എന്താണെന്ന് മനസ്സിലാക്കുക. ഒന്നിൽ മാത്രം നോക്കരുത്, 2-3 നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും അതിൻ്റെ തീം എന്താണെന്ന്. അപ്പോൾ റോമലേഖനത്തിൻ്റെ തീം എന്ന് പറഞ്ഞ്, റോമലേഖനം എഴുതുന്നത് റോമസഭയ്ക്കാണ്. അവിടെ യഹൂദ മതാനുസാരത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരും ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരുണ്ട്. അപ്പോൾ 2 പേർക്കും കൂടുതലായിട്ടും പ്രവൃത്തിയിലൂടെയുള്ള നീതീകരണമല്ല, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ മാനവജാതിയുടെ സൗജന്യ നീതീകരണം എങ്ങനെയാണെന്നാണ് ആ ലേഖനത്തിൻ്റെ മൊത്തം തീം. ഇത് മനസ്സിലാക്കിയാൽ ഓരോ വാക്യങ്ങളിൽ കൂടെ പോയി നമുക്ക് അതിൻ്റെ വ്യാഖ്യാനം ശരിക്കും കിട്ടുള്ളൂ. നീതീകരണം എന്ന് പറഞ്ഞാൽ ദൈവത്താൽ നീതീകരിക്കപ്പെടുക, അതായത് ദൈവം പ്രൊനൗൺസ് ചെയ്യുവാൻ ഈ പ്രത്യേക വ്യക്തി എൻ്റെ മുമ്പിൽ നിൽക്കുവാൻ യോഗ്യനാണെന്ന് അവനെ റൈഷ്യസ് ആക്കി എടുക്കുക. മേക്കിംഗ് സം വൺ റൈഷ്യസ് ടു ബി ജസ്റ്റിഫൈഡ് ബൈ ഗാഡ്. അതെങ്ങനെയാണ്? ഒരു നിയമാനുസൃതമായ രീതിയിൽ വേണം. അതായത് ഒരു കോടതിയിൽ ഒരു കുറ്റവാളി കൊണ്ടുവന്നിട്ട് വിസ്തരിക്കുമ്പോൾ അവൻ ഒരു കാലത്തും കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കുറ്റവിമുക്തനാക്കി വിടുന്നത് പോലെ ആമേൻ. ഒരു രീതിയിലാണ് ആ വാക്ക് ഡിക്കയോസിസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. റൈഷ്യസ്നെസ്സിൻ്റെ ഗ്രീക്ക് പദമാണ് ഡിക്കയോസിസ് എന്ന വാക്ക്. അത് ജുഡീഷ്യൽ വേയിലാണ്. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇത് ഇന്ന് വിശ്വാസഗോളത്തിൽ നിന്നും മാറി മറഞ്ഞതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം എന്താണെന്ന് നാം റോമലേഖനമല്ല പഠിക്കുന്നത്. റോമലേഖനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം എന്താണെന്ന് സ്ഥാപിക്കുവാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ചിന്തിച്ചു. കഴിഞ്ഞ ദിവസം ഇന്നലെ അത് നമ്മൾ ചിന്തിച്ചതായിരുന്നു ഈ ആദാമിൻ്റെ പാപം എങ്ങനെയാണ് മാനവജാതിക്ക് കണക്കിടുന്നതെന്ന്. ഇവിടെയാണ് ഏറ്റവും ആദ്യത്തെ ഒരു തെറ്റിദ്ധാരണ ക്രിസ്ത്യണ്ടത്തിൽ കടന്നു വന്നത്, ക്രിസ്തീയ ഗോളത്തിൽ കടന്നു വന്നത്. ഒട്ടുമിക്കവാറും വിശ്വാസികൾ, ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നതിൽ ഭൂരിപക്ഷം പേരും തന്നെ വിശ്വസിച്ചിരിക്കുന്നത്
ആദാമിന്റെ സിന്നിനെ ലിറ്ററലായിട്ട് അവന്റെ പിൻതലമുറകൾക്ക് കണക്കിട്ടു. അതിന് ഇംഗ്ലീഷിൽ പറയും ഇമ്പ്യൂട്ടഡ് സിൻ എന്ന്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് അങ്ങനെ ഒരു തന്ത്രം കൊണ്ടുവന്നത്, ഏക മനുഷ്യന്റെ പാപം അവന്റെ പിൻതലമുറയ്ക്ക് ആ പിൻതലമുറയുടെ ഒരു പ്രവൃത്തിയും കൂടാതെ അങ്ങനെ തന്നെ കണക്കിട്ടു. ഇമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഏക മനുഷ്യന്റെ അനുസരണം, ക്രിസ്തുവിന്റെ അനുസരണം അതേപോലെ നേരെ റിവേഴ്സ് ആയിട്ട് മാനവജാതിക്ക് മുഴുവനും ഫ്രീ ആയിട്ട് കണക്കിടാം എന്നൊരു വ്യാജ ഉപദേശം. വ്യാജമല്ല, അത് ഫറ്റലാണ്, മരണകരമായ ഉപദേശമാണ്. വെരി ഡേഞ്ചറസ്. ഈവൻ കാത്തലിസം അല്ലെങ്കിൽ കാൽവിനിസം, ഒട്ടുമിക്കവാറും പെന്തിക്കോസ്തിനകത്ത് പോലും അനേക പാസ്റ്റർമാർ പോലും വിശ്വസിച്ചിരിക്കുന്ന അതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ ഒന്നും തന്നെ കണക്കിടാതെ ഇറസിസ്റ്റബിൾ ആയിട്ട്. പക്ഷെ കായിനോട് ദൈവം എന്താണ് പറയുന്നത്? നമ്മൾ ഇന്നലെ അത് ചിന്തിച്ചിരുന്നു. പാപം, നീ നന്മ ചെയ്യുന്നെങ്കിൽ നിന്നിൽ പ്രസാദിക്കില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ ജയിക്കണം. അപ്പോൾ ഡിപ്രൈവ്ഡ് സ്റ്റേജിലായിരിക്കുന്ന കായിന് അവന്റെ നാച്ചുറൽ എബിലിറ്റി കൊണ്ട് അവന് പുറത്തു നിൽക്കുന്ന പാപത്തെ ജയിപ്പാനുള്ള കഴിവ് ഉണ്ട്. അതാണ് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ആദാമിന്റെ പാപത്തെ ലിറ്ററലായിട്ട് അവന്റെ പിൻതലമുറകൾക്ക് കണക്കിടല്ല ചെയ്യുന്നത്. എന്നാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ആദാമിന്റെ പാപത്തിന്റെ കോൺസിക്വൻസസ്, അതായത് അവനോട് പറഞ്ഞിരിക്കുന്നു, നീ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിക്കേണ്ടി വരും, അപ്പം തിന്നേണ്ടി വരും. സ്ത്രീയോട് പറഞ്ഞത്, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. പുരുഷനോട് പറഞ്ഞത്, നിനക്ക് മുള്ളും പറക്കാരിയും ഭൂമിയിൽ നിന്നുണ്ടാകും. അങ്ങനെ ആ ശാപങ്ങളൊക്കെ തന്നെ അവന്റെ പിൻതലമുറകൾക്കുള്ളപ്പോൾ അവന്റെ ലിറ്ററൽ സിന്നല്ല അവന്റെ പിൻതലമുറകൾക്ക് കണക്കിടുന്നത്. ഓരോരുത്തരും സ്വന്തം മോഹത്താൽ ആകർഷിച്ചു വശീകരിക്കപ്പെടുകയാണ്. ഇന്ന് നമ്മൾ റോമാലേഖനം 5-ാം അധ്യായം പഠിക്കുമ്പോൾ വളരെ വിശദീകരിച്ച് പഠിക്കും. ഇന്ന് നമുക്ക് അവിടേക്ക് പുറകോട്ട് പോകാൻ ചിന്തിക്കാനില്ല. അപ്പോൾ 1-ാം അധ്യായം 2-ാം അധ്യായത്തിൽ നാം കൺക്ലൂഡ് ചെയ്യുന്നത് യഹൂദന്മാരെയും യവനന്മാരെയും ജാതികളെയും. ഫസ്റ്റ് 1-ാം അധ്യായത്തിൽ ജാതികൾക്ക് സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമായിട്ട് വിവരിച്ചു. ദൈവത്തെ അവർക്ക് മനസ്സിലാകാത്ത വിധത്തില്, അവർ ഇന്റലക്റ്റിൽ മനസ്സിലാകാത്ത വിധത്തില് ഓരോരോ പ്രവൃത്തിയിൽ കൂടെ ദൈവം മനസ്സിലാക്കി കൊടുത്തു. അനുസരണക്കേട് കാണിച്ച ആദാമിന് എന്ത് സംഭവിച്ചു? ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിച്ച ഹാബേലിന് എന്ത് സംഭവിച്ചു? പ്രസാദം ഇല്ലാത്ത യാഗം കഴിച്ചതായി കായിനോട് ഉപദേശിച്ചിട്ടും അവർ റിപ്പന്റ് ചെയ്താതിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? അവന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടി പോകേണ്ടി വന്നു. ഹാബേൽ സ്തോത്രം, അവൻ കുലപാതകനായി തീർന്നു. നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചു? ഇങ്ങനെ ഓരോരോ കാലഘട്ടത്തിലും ദൈവത്തിന്റെ പ്രവൃത്തിയിൽ കൂടെ മനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാകത്തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചു കൊണ്ടുവന്നു. അങ്ങനെ നോഹയുടെ കാലം കഴിഞ്ഞു. ദൈവത്തിന് കൃപ ലഭിച്ച് ദൈവം നീതിമാന്മാർ എന്ന് എണ്ണിയ 8 പേർ മാത്രമേ ആ പെട്ടകത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. ആദാമിന് കൊടുത്തിരുന്ന അതേ അനുഗ്രഹങ്ങൾ തന്നെ 39-ാം അധ്യായം നാം വായിച്ചു നോക്കിയിരുന്നാൽ അതേ അനുഗ്രഹങ്ങൾ തന്നെയാണ് നോഹയ്ക്കും കുടുംബത്തിനും കൊടുക്കുന്നത്. എന്നിട്ടും നോഹയുടെ തലമുറയിൽ നിന്ന് ഹാമും ജാഫേത്തും വീണ്ടും വിഗ്രഹാരാധനയിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? പാപം ലോകത്തിലുണ്ട്. അതിന്റെ മറ്റെല്ലാത്തിനെയും ദൈവം നശിപ്പിച്ചു, മറ്റു മനുഷ്യരെല്ലാവരും നശിപ്പിച്ചു. ദൈവസന്നിധിയിൽ നീതിമാൻ എന്ന് കണ്ടവരെ മാത്രം ദൈവത്തിന്റെ കൃപയാല് ദൈവ പെട്ടകത്തിൽ കൂടെ രക്ഷിക്കുമായിരുന്നു. എന്നിട്ടും ടെംപ്ടേഷനില് ജാഫേത്തിന്റെ കുടുംബവും ഹാമിന്റെ കുടുംബം വിഗ്രഹാരാധനയിലേക്ക് പോവാണ്. പിന്നെ അവർ ദൈവത്തിനെതിരായിക്കൊണ്ട് ഒരു ഹ്യൂമൻ ഗവൺമെന്റ് സ്ഥാപിക്കത്തക്കവണ്ണം ബാബേൽ ടവർ പണിയുന്നു. അവിടെ ഭാഷ കലക്കുന്നൊക്കെ കാര്യം അറിയാം. എന്നാൽ അതിൽ നിന്നും ഷേമിന്റെ തലമുറ നോഹ കാണിച്ച മാതൃക പ്രകാരം മുന്നോട്ട് പോവുകയും അതിൽ നിന്ന് ദൈവം അബ്രാഹം എന്ന ഏകനെ വിളിക്കുകയും ഇസ്രായേൽ എന്നൊരു നേഷന് ഫോം ചെയ്തെടുക്കുകയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം എന്നിട്ടും ജാതികൾ വീണ്ടും വീണ്ടും വിഗ്രഹാരാധനയിലേക്ക് പോകുന്നു മനസ്സിലാക്കാം. എന്നാൽ അതിനോട് കമ്പയർ ചെയ്തിട്ട് 2nd ചാപ്റ്ററിൽ പറയുന്നത്, വിധിക്കുന്നവനാണ് യഹൂദൻ ജാതിയെ വിധിക്കുകയാണ്. ഞങ്ങൾ പരിച്ഛേദനയുള്ളവരാണ്, ഞങ്ങൾ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, ജാതി നിനക്ക് ദൈവത്തോട് അടുക്കാൻ പോലും യാതൊരു യോഗ്യതയുമില്ല. എന്നിട്ട് പറയാണ്, നീയും യഹൂദ, നീയും ന്യായപ്രമാണം അനുസരിക്കുന്നില്ലെങ്കിൽ നീയും ജാതിയും ഒരേ പോലെയുള്ളൂ. എന്നിട്ട് കൊണ്ടുവന്ന് 23-ാം വാക്യത്തിൽ കൺക്ലൂഡ് ചെയ്യാണ്, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത്
ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, പൊടിയിൽ നിന്ന് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. നമ്മളെ പിക്ചറിൽ കൂടെ ഒക്കെ ചിന്തിച്ചല്ലോ. അമേ ഔട്ടർ ബോഡിക്കകത്ത് ദൈവത്തിന്റെ തേജസ് കടന്നു വന്നു. അവൻ ദൈവത്തെ പോലെ തന്നെ, ദൈവം എത്ര വിശുദ്ധനായിരിക്കുന്നുവോ അതേപോലെ വിശുദ്ധനായിട്ട്, ദൈവം എറ്റേണൽ ആയിരിക്കുന്ന പോലെ എറ്റേണൽ ആയിട്ട്, ദൈവത്തിനുള്ള ആട്രിബ്യൂട്ട്സ് ഉള്ളവനായിട്ട് തന്നെ. എന്നാൽ ഒരു സൃഷ്ടി എന്ന പദവിയില് ആദാമിനെ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവന്റെ ഉള്ളിൽ ഒരു കൽപ്പന കൊടുക്കുകയാണ്. സ്തോത്രം. ആ കൽപ്പനയിൽ അവൻ നിൽക്കാൻ സാധിച്ചില്ല. ആമേൻ. നമ്മൾ അവിടെ ചിന്തിക്കും. അപ്പോൾ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന അങ്ങനെ വീണ്ടുപോയ മനുഷ്യനോട്, ആമേൻ, 24-ാം വാക്യം നമ്മൾ 21 തുടങ്ങി ഒന്ന് വായിക്കും. അപ്പൊ ഞാൻ മലയാളത്തിൽ ആദ്യം വായിക്കാം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൽ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വരുന്നിരിക്കുന്നു. അപ്പൊ ന്യായപ്രമാണത്തോട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. അതിന് ന്യായപ്രമാണം പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഇനി എന്തിനാണ് കൃപയുടെ ആവശ്യം? അവന്റെ കൃപയാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കും. ഓരോ സ്റ്റെപ്പുകളും താഴെ ഒരു 11 പോയിന്റുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അവന്റെ കൃപയാൽ യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിന് വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും ആകേണ്ടതെന്ന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. ഞാൻ ഇതേ കാര്യം തന്നെ ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, but now the righteousness of God has been revealed independently and altogether apart from the law, although actually it is attested by the law and the prophets. The righteousness of God which comes by believing with personal trust and confident reliance on Jesus Christ. ഈ വിശ്വസിക്കുക എന്ന പദം മലയാളത്തിൽ ഉപയോഗിച്ച് ക്രിസ്തീയ ഗോളത്തിൽ ഒട്ടുമിക്കവരും പേര് ഈ വിശ്വസിക്കുക എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്യാൻ കാരണം, എ പേഴ്സണൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡന്റ് റിലയൻസ് ഓൺ ജീസസ് ക്രൈസ്റ്റ്. And it is meant for all who believe, for there is no distinction, since all have sinned and are falling short of the honor and glory which God bestows and receives. All are justified and made upright and in right standing with God, freely and graciously by His grace, His unmerited favor and mercy, through the redemption which is provided in Christ Jesus, whom God put forward before the eyes of all as a mercy seat and propitiation by His blood, the cleansing and life-giving sacrifice of atonement and reconciliation, to be received through faith. This was to show God's righteousness, because in His divine forbearance He had passed over all ignored former sins without punishment. It was to demonstrate and prove at the present time, in the now season, that He Himself is righteous, and that He justifies and accepts as righteous him who has true faith in Jesus. ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കിയെടുത്താൽ മാത്രമേ ഈ റോമാലേഖനത്തിന്റെ 3-ാം അധ്യായത്തിൽ 21 തുടങ്ങി 26 വരെയുള്ള വാക്യങ്ങൾ ശരിയായ രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്ന് ഗ്രഹിപ്പിച്ച് തന്നാൽ അതിൻ്റെ ആഴം, അതിൻ്റെ ശരിയായ ആഴം ഒന്ന് ഗ്രഹിപ്പിക്കുവാനാണ് ഞാൻ ഈ 2-3 അടുത്ത ക്ലാസ്സുകൾ വളരെ പ്രാർത്ഥനയോടെ. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ നിന്ന് ഈ സത്യം മറഞ്ഞു പോയിരിക്കുകയാണ്. ഞാൻ ആരംഭത്തിലെ പറഞ്ഞല്ലോ, ഇമ്പ്യൂട്ടേഷൻ ഓഫ് ആദാംസ് സിൻ, ആദാമിന്റെ സിന്നിൽ പാപത്തെ അവന്റെ പിൻതലമുറയ്ക്ക് അവരുടെ പ്രവൃത്തിയോ ഒന്നും കൂടാതെ തന്നെ കണക്കിടുന്നത് പോലെ കണക്കിടുന്നു എന്നാണ് റോമയിലെ 5-ാം അധ്യായത്തിന്റെ 12-ാം അധ്യായം 12-ാം വാക്യം റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്.
എന്നിട്ട് പറയുന്നത് എന്താ? അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തുവിന്റെ നീതിയെയും മാനവ തലമുറയ്ക്ക് മുഴുവനും അവിടെ പ്രവൃത്തി ഒന്നും കൂടാതെ ഫ്രീ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും കടന്നു വന്നു. ഏകന്റെ അനുസരണക്കേട് അനേകരെ പാപികളാക്കി തീർത്തു. ഏകന്റെ അനുസരണം അനേകരെ നീതിമാന്മാരാക്കി തീർക്കും. ഇങ്ങനെ വ്യാജമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് കൊണ്ട് മനുഷ്യനെ ഇന്നും ഡാർക്ക്നെസ്സിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യം, ഞാൻ കുറച്ച് അധികം പോയിന്റ്സ് ഉണ്ട്, നമ്മൾ ചില ദിവസങ്ങൾ എടുക്കും. എന്താണ് ദൈവത്തിന്റെ നീതി? ക്രിസ്തുവേശുവിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇന്റലക്ച്വൽ ഫെയ്ത്ത് ആണോ അല്ല ഒരു സേവിങ് ഫെയ്ത്ത് ആണോ നമുക്ക് വേണ്ടത്? എന്താണ് ഇന്റലക്ച്വൽ ഫെയ്ത്ത്? എന്താണ് സേവിങ് ഫെയ്ത്ത്? എല്ലാം തന്നെ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും വ്യക്തമായ തെളിവുകളോട് കൂടെ തന്നെയായിരിക്കും സ്ഥാപിക്കുന്നത്. ന്യായപ്രമാണം കൂടാതെ എന്താണ് അതുകൊണ്ട് പോൾ മീൻ ചെയ്യുന്നത്? ന്യായപ്രമാണം പ്രവാചകന്മാർ ഇതിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ പറയുന്നു ന്യായപ്രമാണം പ്രവാചകന്മാരും നേരത്തെ തന്നെ ക്രിസ്തുവിലെ വിശ്വാസത്താൽ സൗജന്യമായ നീതീകരണം നടക്കുമെന്ന് നേരത്തെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് എവിടേക്കാണ് പറഞ്ഞിരിക്കുന്നത്? ചിന്തിക്കും. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അതിന് കാരണം നമ്മൾ ഓൾറെഡി ചിന്തിച്ചു. അവന്റെ കൃപയാൽ. എന്തുകൊണ്ട് കൃപയുടെ ആവശ്യമുണ്ട്? എന്താണ് ആ വാക്കിന്റെ ആഴം? ഇന്ന് പെന്തിക്കോസ്ത് ഗോളത്തിൽ പോലും കൃപ കൃപ എന്ന് എല്ലാവരും പറയുമെങ്കിലും ആ കൃപ എന്താണ് അതിന്റെ ആഴം മനസ്സിലാക്കുന്നത്? അത് ശരിക്കും മനസ്സിലാക്കിയാൽ ക്രിസ്ത്യൻ ജീവിതം വിറയലോട് കൂടി നടക്കുള്ളൂ. ഓരോ ഡിസിഷനും ഓരോ സ്റ്റെപ്പും മുട്ടടിക്കുന്ന പോലെയുള്ള വിറയലോട് കൂടെ മാത്രമേ ഒരു വിശ്വാസിക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവേശുവിന്റെ വീണ്ടെടുപ്പ്. ദൈവം സ്നേഹവാനാണ്, കൃപയുള്ളവരാണ്, ക്ഷമിക്കുന്നവനാണ്. അങ്ങനെയെങ്കിൽ ഈ മാനവജാതിയോട് ദൈവത്തിന് സ്വർഗത്തിലിരുന്നങ്ങ് ക്ഷമിച്ചാൽ പോരായിരുന്നോ? എന്തിനാ മനുഷ്യരൂപം എടുത്ത് ഇത്രയേ കഷ്ടപ്പാടുകൾ ഏറ്റുകൊണ്ട് മരിക്ക് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അമ്മ പിന്നെ അതിനുവേണ്ടി കുറെ അപ്പസ്തോലന്മാർ നിയോഗിച്ച് അവരടിയും കൊണ്ട് ഇടിയും കൊണ്ട് ഇന്നും അടിയടിയും കൊണ്ട് സുവിശേഷം അറിയിക്കുന്നു. ഇതിലേക്ക് എന്താ ആവശ്യമുള്ളത്? ദൈവം അങ്ങ് ക്ഷമിച്ചാൽ പോലായിരുന്നോ? ഇവിടെയൊക്കെ നമുക്ക് കുറെ ആഴത്തിൽ പഠിക്കണം. എന്താണ് സൗജന്യ നീതീകരണം എന്ന് ഉദ്ദേശിക്കുന്നത്? എന്തിനു വേണ്ടി പ്രാശ്ചിത്തം? അവന്റെ രക്തം മൂലം പ്രാശ്ചിത്തമാകുവാൻ കാരണമായി തീർന്നു. ഈ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത്? ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടോ? ശരിക്ക് എങ്ങനെയാണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടി ആദ്യം തന്നെ ചില നിയമപരമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. 1-ാം അധ്യായം ഉൽപ്പത്തിയുടെ 26 തുടങ്ങി 28 വരെയുള്ള വാക്യങ്ങളിൽ നാം മനസ്സിലാക്കുന്നത് ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. ആ സൃഷ്ടിപ്പ് നടത്തിയ കാര്യം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞു. ദൈവം പൊടിയിൽ നിന്ന് മനുഷ്യൻ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയാണ്. എന്നിട്ട് അവന് 2-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മത്തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇവിടെ അല്പമായിട്ട് നിങ്ങൾ ദൈവരാജ്യത്തിന്റെ പ്രമാണം എങ്ങനെയാണ്, മനുഷ്യന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് മനുഷ്യൻ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഇതൊക്കെയായിരുന്നു ഞാൻ നേരത്തെ മനുഷ്യന്റെ ശരീരം, പ്രാണൻ, ആത്മാവ്, ഇതിന്റെ ഇന്റർ റിലേഷൻ എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞത്. ഇപ്പൊ മനുഷ്യന്റെ നോളേജിലേക്ക് ഒരു കൽപ്പന കടന്നു വന്നു. തോട്ടത്തിലെ സകല വൃക്ഷത്തിന്റെ ഫലം എനിക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ ഞാൻ മരിക്കും, നിശ്ചയമായിട്ട് ഞാൻ മരിക്കും. ഈ ഒരു കൽപ്പന അവന്റെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ അവനിൽ വസിക്കുന്നുണ്ട്, അവന്റെ സോളിലുണ്ട്. തിന്നാൻ ഞാൻ മരിക്കും. നമ്മൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കൊച്ചു കുട്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പണ്ട് കാലത്ത് മണ്ണെണ്ണ വിളക്ക്, ഇലക്ട്രിസിറ്റി വരുന്നതിനൊക്കെ മണ്ണെണ്ണ വിളക്കുള്ള സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ ഈ മുട്ടെടുത്ത് എഴഞ്ഞു പോകുന്ന പ്രായത്തില് ഈ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെക്കുകയാണെങ്കിൽ ഇതിന്റെ ഭംഗി കണ്ടിട്ട് ചിലപ്പോൾ പോയി അതിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞ് ഒരു പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് അതിന്റെ ആയുസ്സില് ആ മണ്ണെണ്ണ വിളക്കിന്റെ നാളത്തിൽ പിടിക്കുകയില്ല. എന്തുകൊണ്ടാ? അതിനറിയാം അതിന്റെ ശിക്ഷ എന്താണെന്ന്. അപ്പോൾ അതിനോട് എന്താ, അതിപ്പോ തൊട്ടു കൈ പൊള്ളി കൂട്ടക്കരച്ചിലായി, അതിന് മനസ്സിലായി ഇതൊരു അപകടമുണ്ട്. സ്തോത്രം.
അതേപോലെ തന്നെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു ശിശു വരുമ്പോൾ അതുവരെയും അതിനുള്ള ആഹാരം, അതിനുള്ള സകല കാര്യങ്ങളും ഉംബ്ലിക്കൽ കോഡിൽ കൂടെ, അത് പൊക്കിൾ കൂടെ അതിന് ലഭിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പുറത്തു വന്ന് പൊക്കിൾ കൂടി മുറിച്ചു കഴിഞ്ഞ ഉടനെ അതിന് ശ്വാസം വേണം, ആഹാരം വേണം, അത് കരയും. ഉടനെ നഴ്സോ അല്ലെങ്കിൽ അമ്മയോ അതിന് അടുത്തുള്ള പരിപാലിക്കുന്നവരെ അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കും. അപ്പൊ അതിൽ നിന്നൊരു നോളജ് അത് സമ്പാദിച്ചു. അതിന് ആഹാരം വേണം. തുടർന്ന് ആദ്യം അതിന് ലിക്വിഡ് ഫുഡ്, അത് കഴിഞ്ഞ് സോളിഡ് ഫുഡ്, ഇങ്ങനെ കൊടുത്ത് വളർച്ച വരുന്നതിനനുസരിച്ച് കൊണ്ട് അതിന് ആഹാരങ്ങൾ കൊടുക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ സ്വയമായിട്ട് ആഹാരം കുക്ക് ചെയ്യാൻ തുടങ്ങും. കുറച്ച് നാൾ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പുതിയ ആഹാരങ്ങളെ കണ്ടുപിടിക്കും. എന്നാൽ അതിന്റെ ശരീരത്തിന് ആഹാരം ലഭിക്കാത്ത ഏതെങ്കിലും അവസരം വന്നാൽ എങ്ങനെയെങ്കിലും അതിന്റെ ശരീരത്തിന് ആവശ്യമുള്ള ആഹാരം അത് കണ്ടുപിടിക്കും. മോഷ്ടിച്ചാല് കണ്ടുപിടിക്കും. അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രമാണമാണ് അതിന്റെ ശരീരത്തിന് വേണ്ടി. അതേപോലെ തന്നെ അതിന്റെ അമ്മയുടെ ഉദരത്തിലിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അപ്പോഴേ തന്നെ അതിന്റെ പ്രാണനുണ്ട്, പല അറിവുകളുണ്ട്. അത് പുറത്തു വരുമ്പോൾ പുതിയ അറിവ് കാണാണ്. കുറെ എന്തോ ആൾക്കാർ മൂവ് ചെയ്യുന്നവരാണ്, മനുഷ്യരാണെന്ന് തന്നെ അറിയില്ല. എന്തോ ലൈറ്റ് കാണും. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ ലൈറ്റ് കാണുന്നു, അവിടെ പല ഇത് കാണുന്നു. ഇതെല്ലാം അറിയാനുള്ള ഒരു ജിജ്ഞാസ അതിന്റെ സോളിലേക്ക് കടന്നു വരും. ഇതെന്താണ്, അതാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ, ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കും. കാക്ക എന്താണ് അങ്ങനെ കരയുന്നത്? പൂച്ച എന്താണ് ഇങ്ങനെ കരയുന്നത്? ആക്കിളിയുടെ നിറം എന്തെങ്ങനെയാണ്? പക്ഷി എന്തുകൊണ്ടാണ് പറക്കുന്നത്? മനുഷ്യൻ എന്താ 2 കാലിൽ നടക്കുന്നത്? മൃഗങ്ങൾ എന്താണ് 4 കാലിൽ നടക്കുന്നത്? ഇങ്ങനെയുള്ള അനേക ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളെല്ലാം അതിനുത്തരമായ ആൻസർ പറഞ്ഞു കൊടുത്ത് കുറേശ്ശെ അപ്പൊ എന്തായി നോളേജ് സമ്പാദിക്കുകയാണ്. അതിന്റെ സോളിന്റെ ക്രിയേറ്റർ അതിന് വെച്ചിരിക്കുന്ന ഒരു നിയമമാണ്. അത് പുതിയ അറിവുകളെ സമ്പാദിച്ച് മുന്നോട്ട് പോകും. ഈ ശരീരത്തിന്റെ ആഹാരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അത് വിഷാംശമുള്ള ആഹാരം കഴിച്ചാലും സംഭവിക്കും, അതിന്റെ ശരീരം മരണത്തിലേക്ക് പ്രവേശിക്കും. അതേപോലെ നോളേജ് സോളിനകത്തുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഇന്റലക്ച്വൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രമാണമാണ്. ജനിച്ച നാൾ തുടങ്ങി പുതിയ അറിവുകളെ സമ്പാദിക്കും. അതിനോട് അനുപാതികമായിട്ടുള്ള കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഇമോഷൻ അതിന്റെ സോളിൽ ഡെവലപ്പ് ആകും. അങ്ങനെ ഈ ലോകത്തിലുള്ള സകല നോളജ് സമ്പാദിച്ചാലും അവിടെ നിൽക്കുന്നില്ല. പുതിയ ഇൻവെൻഷന് വേണ്ടിയിട്ട് അത് റിസർച്ച് ആരംഭിക്കാൻ തുടങ്ങും. ഇതൊരു പ്രമാണം ദൈവം ആത്മാവിൽ വെച്ചിരിക്കുന്നതാണ്. എന്നാൽ ഇത് സോളിന്റെ ഒരു പ്രമാണമാണ്. അതേ ദൈവം തന്നെ, സ്തോത്രം, ആത്മാവിന് വെച്ചിരിക്കുന്ന ഒരു പ്രമാണമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. 42-ാം സങ്കീർത്തനം, Psalm 42. കോരവപുത്രന്മാര് പറയാണ്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് ദൈവത്തിനായി ചേരുവാൻ കാക്ഷിക്കുന്നു. ശരീരത്തിന് ആഹാരം ലഭിക്കുമെന്നൊരു ശിശു ആരംഭിച്ച് മനസ്സിലാക്കി തുടങ്ങി. കുറച്ചാൾ കഴിയുമ്പോൾ അത് സോളിഡ് ഫുഡ് കഴിക്കാൻ തുടങ്ങി. കുറച്ചാൾ കഴിയുമ്പോൾ അതിന് ഫുഡിനെ ചൂസ് ചെയ്യാൻ തുടങ്ങി. ഇഷ്ടമുള്ള ഫുഡ്, ഇഷ്ടമില്ലാത്ത ഫുഡ്. കുറച്ചാൾ കഴിയുമ്പോൾ ഫുഡ് കുക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പുതിയ ഫുഡുകൾ കുക്ക് ചെയ്യാൻ പഠിക്കും. അതിന് ശരീരത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കും. വിഷാംശമുള്ള ആഹാരം കഴിച്ചാൽ മരിച്ചു പോകുന്നത് മനസ്സിലാക്കും. അതേപോലെ നോളജിന്റെ കാര്യത്തിൽ സോളിന്റെ ഡിമാൻഡാണ് നോളജ്. അത് അമ്മയുടെ ഉദരത്ത് വരുന്ന സമയം തുടങ്ങി പുതിയ നോളജ് സമ്പാദിച്ച് എവിടെയെങ്കിലും വെച്ച് വ്യാജമായ ഒരു നോളജ് സമ്പാദിച്ചാൽ വഴിതെറ്റിപ്പോകും. ഇതൊക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ട് അറിയുന്നതാണ്. ഇതിന്റെ സൃഷ്ടിതാപം ദൈവം തന്നെ അതിന് വെച്ചിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണത്. അതിനാൽ അതേ ദൈവം തന്നെ ആത്മാവിന് വെച്ചിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോരകപുത്രന്മാര് പറയുന്നത്, മാർ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റിന് പറയാണ്, എന്റെ ആത്മാവ് ദൈവത്തിനായി. ഏതെങ്കിലും ഒരു ദൈവത്തെ കുറിച്ചല്ല പറയുന്നത്, മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അതിനെ റീഇൻഫോഴ്സ് ചെയ്യുകയാണ്. ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ശരീരത്തിന് എപ്പോഴെങ്കിലും ആഹാരം ലഭിക്കാതിരുന്നാൽ അത് മോഷ്ടിച്ചായാലും ആഹാരം കണ്ടെത്താൻ നോക്കും. നോളജ് കിട്ടുന്നില്ലെങ്കിൽ, അത് ഇന്നിപ്പോ നമുക്കറിയാമല്ലോ, ഒരു നോളജ് നമുക്ക് അറിയുന്നില്ലെങ്കിൽ നമ്മൾ ഗൂഗിളിലോ എവിടെയെങ്കിലും ഒക്കെ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള നോളജ്, അതിന്റെ നെസസിറ്റി എത്ര ഡീപ്പാണോ ആ നെസസിറ്റി അനുസരിച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് ആ നോളജ് കണ്ടെടുക്കാൻ നോക്കും. എന്നാൽ ആത്മാവിന്റെ
ദാഹം ദൈവം തന്നെ വെച്ചിരിക്കുന്നത്, നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റിന്റെ ഡിമാൻഡ് ദൈവം വെച്ചിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിനായുള്ള ദാഹമാണ്. ഈ ഡിമാൻഡ് നമ്മൾ ഇന്ന് പൂർത്തീകരിച്ചില്ലെങ്കിൽ ഒരു നാള് അതിനായിട്ട് ദാഹിക്കും, ഒരു പക്ഷെ കിട്ടിയില്ലെന്ന് വരാം. നോളജ്, ഈ ലോകത്തുള്ള സകല നോളജും സംഭരിച്ചിട്ട് ഫുൾ നോളജ് സംഭരിച്ചാലും അവിടെ ആ സോൾ നിൽക്കുന്നില്ല. പിന്നെയും അത് റിസർച്ച് ചെയ്യാൻ തുടങ്ങും, പുതിയ ഇൻവെൻഷന് വേണ്ടി റിസർച്ച് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണല്ലോ ഹ്യൂമാനിറ്റി ഡെവലപ്പായി വന്നത്. സ്റ്റോൺ ഏജിൽ നിന്ന് അയൺ ഏജ് നമ്മളൊക്കെ എല്ലാം അറിയാൻ സാധിക്കുകയാണ്. മനുഷ്യൻ ഡെവലപ്പായി വന്ന അങ്ങനെയാണ്. ദൈവം അതിന് അവന്റെ സോളിൽ വെച്ചിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അത്. എന്നാൽ ആത്മാവ്, ഹ്യൂമൻ സ്പിരിറ്റിന്റെ ക്രിയേറ്റർ അതിനകത്ത് വെച്ചിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. അതാണ് യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനാകുന്നു. ആമേൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല, കാരണം അവനിൽ മാത്രമേ ജീവനുള്ളൂ. അപ്പൊ നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റിന്റെ ദൈവം വെച്ചിരിക്കുന്ന ഡിമാൻഡാണ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹം. ഇത് നമ്മൾ ഇന്ന് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഗ്രോത്ത് ഉണ്ട്. നമ്മുടെ ബോഡിയുടെ ഡിമാൻഡിനനുസരിച്ച് നമുക്കൊരു ഗ്രോത്ത് ഉണ്ട്. നമ്മുടെ സോളിന്റെ ഡിമാൻഡ് ആയിരിക്കുന്ന നോളജിന് ഒരു ഗ്രോത്ത് ഉണ്ട്, അത് എന്തില്ല. അതേപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റിന്റെ ഒരു ഡിമാൻഡാണ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെയുള്ള ദാഹം. ഇതിനു വേണ്ടിയാണ് ഈ സുവിശേഷത്തിൽ കൂടെ നിങ്ങളുടെ സോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നത്. ഇനി നമ്മുടെ ഹ്യൂമൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ നമ്മുടെ ശരീരം, പ്രാണൻ, ആത്മാവിന്റെ ഇന്റർ റിലേഷനും ദൈവരാജ്യത്തിന്റെ അസ്തിത്വം അല്പം ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവരാജ്യം നിലനിൽക്കുന്നത് മോറൽ ലോയിലാണ്, എന്നാൽ നമ്മുടെ ഹ്യൂമൻ ഗവൺമെന്റ് നിലനിൽക്കുന്നത് ഫിസിക്കൽ ലോയിലാണ്. നമ്മൾ ഹ്യൂമൻ ഗവൺമെന്റിന്റെ ലോകൾ അനുസരിക്കുന്നത് നമുക്ക് ഇഷ്ടമുണ്ടായിട്ടാണോ? വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കുന്നത് നല്ലൊരു ശതമാനം സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്നുണ്ട്. പക്ഷെ ജനറൽ നോക്കുമ്പോൾ എന്തിനു വേണ്ടിയാ ഹെൽമെറ്റ് വെക്കുന്നത് അല്ലെങ്കിൽ ബെൽറ്റ് ഇടുന്നത്? പോലീസ് കണ്ട് ഫൈൻ തരും. അവിടെ ഫിസിക്കൽ ലോയാണ്. അനുസരിച്ചില്ലെങ്കിൽ ഫിസിക്കൽ വടിയാണ്. റോമാലേഖനം 13 വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്, ഈ വടി കൊടുത്തിരിക്കുന്നത് ദൈവം തന്നെയാണ്. ആർക്കാ? ദുഷ്പ്രവർത്തിക്കാർക്ക് എഗൈൻസ്റ്റ് ആയിട്ട്. എന്നാൽ ഡിവൈൻ ഗവൺമെന്റ് അങ്ങനെയല്ല, ഫിസിക്കൽ അല്ല. ഡിവൈൻ ഗവൺമെന്റിന് ഒരു മോറൽ ഏജന്റിനെ, അതായത് ശരീരം, പ്രാണൻ, ആത്മാവുള്ള ഫ്രീ വില്ലുള്ളതായിട്ടുള്ള ഒരു മോറൽ ഏജന്റ്, അവരെയാണ് മോറൽ ഏജന്റ് എന്ന് വിളിക്കുന്നത്. ഈ വാക്കുകളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും. മോറൽ ഏജന്റ് എന്ന് പറഞ്ഞാൽ ശരീരം, പ്രാണൻ, ആത്മാവുള്ളതും സ്വതന്ത്രമായി ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളെയാണ് ഫ്രീ മോറൽ ഏജൻസ് എന്ന് പറയുന്നത്. മൃഗങ്ങൾക്ക് അതില്ല. മൃഗങ്ങൾക്ക് ഒരു കമാൻഡ് കൊടുത്താൽ അതങ്ങനെ ചെയ്യും. സ്തോത്രം. എന്നാൽ മനുഷ്യന് അവന്റെ ആത്മാവിനകത്ത് മനസ്സാക്ഷി എന്നൊരു ഘടകമുണ്ട്. അത് നന്മത്തിന്മകളെ തിരിച്ചറിയുന്നതാണ്. അതിന്റെ ഡിസിഷൻ ദൈവത്താൽ വരുന്നതാണ്. അതിനനുസരിച്ച് വേണം നാം പ്രവർത്തിക്കാൻ. അപ്പൊ മോറൽ ലോയില് ഇൻഫ്ലുവൻസ് തരുവാനല്ലാതെ, സ്തോത്രം, നിർബന്ധിക്കാൻ യാതൊരു അവകാശമില്ല. ദൈവത്തിനുമില്ല, സൈറ്റാനിക് കിങ്ഡത്തിനുമില്ല. ഓരോ വ്യക്തികളും അതിന് റെസ്പോൺസിബിൾ ആണ്. അവന്റെ ഹൃദയത്തിൽ കിട്ടുന്നതായിട്ടുള്ള പ്രചോദനങ്ങള് അവന്റെ മനസ്സാക്ഷി ശരിയായിട്ട് വിധിക്കും. ഇത് തെറ്റാണെന്ന് ശരിയാണ്, തെറ്റാണെന്ന് വിധിച്ചു കിട്ടുന്നതിനെ ചെയ്തു കഴിഞ്ഞാൽ അത് അവന്റെ മനസ്സാക്ഷി തന്നെ അവിടെ റെക്കോർഡ് ആവും. അതിന് തക്കതായ ശിക്ഷയും ഉണ്ടാകും. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം ഒരു സ്റ്റെപ്പില്. അപ്പോൾ എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു എന്ന് ദൈവം ക്രിയേറ്റ് ചെയ്ത ദൈവം നിങ്ങളുടെ മനസ്സാക്ഷിക്കകത്ത്, മനുഷ്യ ആത്മാവില് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷി തീർച്ചയായിട്ടും പറയും നിങ്ങളുടെ അടുത്ത് യെസ്. പക്ഷേ അനീതി കൊണ്ട് ഈ സത്യത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം. അത് നമ്മൾ റോമാലേഖനം 1:18 ചിന്തിച്ചു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ഏത് മനുഷ്യന്റെ അനീതിക്കും അബദ്ധിക്കും നേരെ ദൈവത്തിന്റെ ക്രോധം, ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ഇത് ഇപ്പോൾ സംഭവിക്കും. അപ്പൊ ഞാൻ സിമ്പിളായിട്ട് മനുഷ്യന്റെ കോൺഷ്യസ്, ശരീരം, പ്രാണൻ, ആത്മാവ് ക്രിയേറ്റ് ചെയ്ത ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നു എന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ നമുക്ക്
സ്തോത്രം. അങ്ങനെ ഈ മനുഷ്യന്റെ ഹൃദയത്തില് ഒരു നിയമം കൊടുത്തു, തോട്ടത്തിന്റെ സകല വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഒന്നാം മനുഷ്യൻ അവന് പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് അനുസരണക്കേട് കാണിക്കുന്നുണ്ടായി, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. പിന്നീട് ആ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ചാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നിങ്ങൾ മുൻപേ രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ്, എഫേസ്യ സഭയിൽ രക്ഷയിലേക്ക് വന്ന സഭയോട് പറയാണ്, നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായതോട് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ, അതായത് ദൈവത്തിന്റെ കോപത്തിന്റെ മക്കളായിരുന്നു. ഇതേ മറ്റൊരു വാക്യം അപ്പോസ്തലൻ പൗലോസിനെ വിളിക്കുമ്പോൾ, അപ്പോസ്തലൻ പൗലോസിന് കൊടുത്ത ശുശ്രൂഷകളെ കുറിച്ചുകൊണ്ട് കർത്താവ് തന്നെ നേരിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ, ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവന് കൊടുത്തിരിക്കുന്ന ഒരു പ്രോമിസ് ആണ്. അവർക്ക് പാപമോചനവും, ഫസ്റ്റ് കാര്യമാണ് പാപമോചനവും, എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറക്കണം, അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. അപ്പൊ സുവിശേഷം ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വസ്തരെന്നിക്കൊണ്ട് എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന അഭിഷക്തരുടെ ഉത്തരവാദിത്വമാണ് ഈ കാര്യങ്ങൾക്ക്. ദൈവവചനത്തിൽ കൂടെ അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറക്കുക, ആത്മീയ കണ്ണുകളെ തുറക്കുക, അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക, സേറ്റാന്റെ അധികാരത്തിൽ നിന്ന് വിടിവെച്ചുകൊണ്ട് ദൈവത്തിന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് ഒരു അഭിഷക്തന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള കാരണം, മുന്നോട്ട് പോകുന്ന ഓരോ സ്റ്റെപ്പുകളും കുറച്ച് ഹാർഡായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഉടമ്പടിയിൽ നിന്ന മനുഷ്യന്റെ ദൈവമായിട്ടുള്ള മനുഷ്യന്റെ ഫസ്റ്റ് കവനന്റ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒന്നാം മനുഷ്യനായ ആദാമും ദൈവമായിട്ടുള്ള കവനന്റ് അവന്റെ പിൻതലമുറക്കാർക്കും ബാധകമായിരിക്കുന്ന ഒരു കവനന്റ് ആണ് ഒബീഡിയൻസ്. ആദാം ഒബീഡിയൻസ് ആയി അവനുള്ള പിൻതലമുറകളും അതേപോലെ ഒബീഡിയന്റ് ആയി നിന്നിരുന്നെങ്കിൽ ഒരൊറ്റ മനുഷ്യൻ മരിക്കുകയില്ലായിരുന്നു. തിന്നുന്ന നാളിൽ നീ മരിക്കും, തിന്നാതിരുന്നെങ്കിലോ മരിക്കുകയില്ല. അപ്പോൾ ഒബീഡിയൻസ് ആയിരുന്നു പൂർണ്ണവും നിത്യവുമായ അനുസരണം. എറ്റേണലാണത്. മാനവജാതിയുമായിട്ടുള്ള ദൈവത്തിന്റെ ഫസ്റ്റ് കവനന്റ് ആണ് ബേസ്ഡ് ഓൺ ഒബീഡിയൻസ്, ഫുൾ ഒബീഡിയൻസ്. പൂർണ്ണവും നിത്യവുമായ അനുസരണം ആദ്യ ഉടമ്പടിയുടെ അടിസ്ഥാനമായിരിക്കെ അനുസരണക്കേടിനാൽ, അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്, അനുസരണക്കേടിന്റെ മക്കളിൽ അനുസരണത്തിൽ മുൻതുടർന്ന് പോയി എറ്റേണലായിട്ട് അനുസരിക്കേണ്ടിയിരുന്ന മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ അവനെ വിളിക്കുന്നതാണ് അനുസരണക്കേടിന്റെ മക്കൾ. അനുസരണക്കേടിനാൽ വീണ് പോയ മനുഷ്യന് പ്രമാണത്തിന്റെ അനുസരണം കൊണ്ട് രക്ഷപ്രാപിപ്പ യാതൊരു വഴിയുമില്ലാതിരിക്കെ ദൈവം മനുഷ്യരോടുള്ള തന്റെ സ്നേഹത്തെ അടുത്ത പദ്ധതി വെളിപ്പെടുത്തി, അത് കൃപയിൽ മാത്രം. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? അവന്റെ കൃപയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് 24 വാക്യം സ്റ്റാർട്ട് ചെയ്തത്. അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ സൗജന്യമായി എത്ര നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ മാനവജാതിക്ക് അനുസരണക്കേടിന്റെ മക്കളായിരിക്കുമ്പോൾ ഒരു കാരണത്താലും അനുസരണത്താൽ അവർക്ക് രക്ഷപ്രാപിപ്പാൻ സാധ്യമല്ല. കാരണം അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനെ മാറിപ്പോയി. അവരുടെ നേച്ചർ തന്നെ ഡിസോബീഡിയൻസ് ആയിപ്പോയി. ഒരു കാര്യം ശ്രദ്ധിക്കണം, ആദാമിന്റെ സിൻഫുൾ നേച്ചർ അല്ല പിൻതലമുറയ്ക്ക് കണക്കിടുന്നത്, അതിന്റെ കോൺസിക്വൻസസ് ഉണ്ട്. ഓരോരുത്തരും സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണം. ഇത് എപ്പോഴും ഇതൊരു പ്രിൻസിപ്പിൾ ഹൃദയത്തിൽ ഇരിക്കണം. ആദാമിന്റെ തലയിൽ കുറ്റം ചാരിയിട്ടോ സേറ്റാന്റെ തലയിൽ കുറ്റം ചാരിയിട്ടോ കാര്യമില്ല. ഇറ്റ് ഈസ് മൈ സിൻ, ഇറ്റ് ഈസ് മൈ ഫോൾട്ട്. ഇത് അംഗീകരിക്കാൻ തയ്യാറാവണം ആദ്യം തന്നെ. ഓക്കെ,
പ്രമാണത്തിന്റെ അനുസരണം കൊണ്ട് രക്ഷപ്രാപിപ്പാൻ യാതൊരു വഴിയും ഇല്ലാതിരിക്കെ ദൈവം മനുഷ്യരോടുള്ള തന്റെ സ്നേഹത്തിന്റെ അടുത്ത പദ്ധതി വെളിപ്പെടുത്തി അത് കൃപയിൽ മാത്രം അധിഷ്ഠിതമാണ്. ഫൗണ്ടഡ് ഇൻ ഗ്രേസ്. അതുവഴിയുള്ള രക്ഷ വീണ്ടെടുപ്പ് എന്ന ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലും. എന്തുകൊണ്ടാണ് വീണ്ടെടുപ്പ് നമ്മൾ ചിന്തിക്കും. ആ ഉടമ്പടി പിതാവായ ദൈവം പുത്രനായ ദൈവം തമ്മിലും ആകുന്നു. മനുഷ്യൻ ഈ ഉടമ്പടിയിലെ ഒരു കക്ഷിയല്ല, മറിച്ച് വീണ്ടെടുക്കപ്പെടേണ്ട വ്യക്തി മാത്രമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അനുസരണക്കേട് കാണിച്ച് അവന്റെ നേച്ചർ മാറി, അവന്റെ DNA മാറി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവന്റെ DNA മാറി. അവൻ ആരുടെ ആയിരുന്നു? ദൈവത്തിന്റെ മകൻ. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ ആ ജീനിയോളജി പുറകോട്ട് പോയിട്ട് ആദാം ദൈവത്തിന്റെ മകൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ആരുടെയായി? ആരുടെ അധികാരത്തിലായി? സേറ്റാന്റെ അധികാരത്തിലായി. അവര് പേര് അനുസരണക്കേടിന്റെ മകൾ എന്നായി. അപ്പോൾ ഈ ആ ഫസ്റ്റ് കവനന്റിൽ നിന്നും, അതായത് ഫുൾ ഒബീഡിയൻസ്, ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഇത് മുന്നോട്ട് പോകുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. മനുഷ്യരും ദൈവമായിട്ടുള്ള ഫസ്റ്റ് കവനന്റിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒബീഡിയൻസ്. ഫുൾ ഒബീഡിയൻസ്. അല്പമല്ല, 99.99% അല്ല, 100% ഒബീഡിയൻസ് ടു ദ ലോ ഓഫ് ഗാഡ്. ഒരു ലോയ അവന് കൊടുത്തത്. പിന്നീട് അവന്റെ നേച്ചർ മാറി ഫുൾ ഡിസോബീഡിയൻസ് അവന് കാണിക്കാൻ പറ്റുന്നുള്ളൂ. ഇതിൽ നിന്നും അവന് തന്റെ പേഴ്സണൽ ഒബീഡിയൻസ് കൊണ്ട് രക്ഷ പ്രാപിപ്പാൻ സാധ്യമല്ല. ബൈ നേച്ചർ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം മനുഷ്യനോട് തന്നെ സ്നേഹത്തില് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രിത്വത്തിന്റെ സ്നേഹത്തിൽ നിന്നും ഉളവാകുന്നതാണ് കൃപ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അൺമെറിറ്റഡ്. നമുക്ക് മെറിറ്റ് ഇല്ല, അതിന് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രിത്വത്തിന്റെ സ്നേഹത്തിൽ നിന്നും ഉളവായതാണ് കൃപ അല്ലെങ്കിൽ ഗ്രേസ് എന്ന് പറയുന്നത്. അതിൽ നമ്മള് വീണ് കിടക്കുന്ന ഞാൻ ഒരു ഉദാഹരണം പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്കിട്ട്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൽ നിന്നും ഒരു ഷിപ്പിനകത്ത് ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യാമെന്ന് കരുതിക്കോട്ടെ. ജസ്റ്റ് ഇമാജിൻ, ഇടയ്ക്ക് വെച്ച് കടൽ കൊള്ളക്കാരുടെ ആക്രമണത്താൽ ആ കപ്പല് മുങ്ങിപ്പോയി. കപ്പല് സ്വന്തം ഗവൺമെന്റിന്റെ സ്വന്തം കപ്പലായിരുന്നു, മുങ്ങിപ്പോയി. ഇനി ആ കപ്പല് വീണ്ടെടുക്കണമെങ്കിൽ ആ കപ്പൽ അടിയിൽ തട്ടി കിടക്കുകയാണ്. അതിനടുത്ത സ്വർണ്ണഖനികൾ എത്രയോ വിലയേറിയതാണെങ്കിൽ താനും അതിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല, അതിന് തന്നെ പൊങ്ങി വരാൻ സാധ്യമല്ല. അപ്പൊ അതിന്റെ ഓണേഴ്സ് ആയിരിക്കുന്ന ആ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനി ഒരു കോൺട്രാക്ടിങ് കമ്പനിയെ, അതായത് ഇതിനെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും പൊക്കിയെടുത്ത് കൊണ്ടുവരാവുന്ന ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു കമ്പനിക്ക് ഒരു കോൺട്രാക്ട് കൊടുത്തിട്ട് അതിനെ പൊക്കിയെടുക്കാൻ നോക്കും. ഈ കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി ഒരു കാര്യം തീരുമാനിക്കും, കണക്ക് നോക്കും. ഈ സ്വർണ്ണഖനികളുടെ മൊത്തം വാല്യൂ, ഷിപ്പ് എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല, ആ സ്വർണ്ണഖനികളുടെ മൊത്തം വാല്യൂ ഇതിനെ വീണ്ടെടുക്കുവാൻ ആവശ്യപ്പെടുന്ന കമ്പനി, വീണ്ടെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കമ്പനി ആവശ്യപ്പെടുന്ന പണമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഫോർ എക്സാമ്പിൾ, $1 മില്യൺ US ഈ സ്വർണ്ണഖനികൾക്കുണ്ടെന്ന് കരുതാ. അവര് 1.5 മില്യൺ ചോദിച്ചാൽ ഈ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനി സമ്മതിക്കുമോ? വേസ്റ്റ് ആണെന്ന് പറയും. അപ്പൊ 1 മില്യനേക്കാളും കുറവുള്ള ഒരു കോൺട്രാക്ട് ആണെങ്കിൽ മാത്രമേ ഇത് വീണ്ടെടുക്കുന്നത് കൊണ്ട് ഈ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനിക്ക് ഗുണമുള്ളൂ. നിങ്ങൾ സിംലാന്നൊരു മനുഷ്യൻ പറയാം, അവിടെ സ്വർണ്ണഖനികൾ എത്ര വിലയുള്ളതാണെങ്കിൽ തന്നെയും സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടക്കുകയാണ്. ഇതിനെ പൊക്കി കൊണ്ടുവരണമെങ്കിൽ ഈ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനി ഇതിന്റെ വിലയും ഇതിന്റെ മൂല്യവും ഈ പൊക്കിക്കൊണ്ടുവരുന്ന കമ്പനി ഡിമാൻഡ് ചെയ്യുന്ന മൂല്യം തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കും. എന്നിട്ട് മാത്രമേ കോൺട്രാക്റ്റിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ വീണ്ടെടുപ്പിന്റെ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം കൊടുത്ത വില എന്ന് പറയുന്നത് തന്റെ ഓമന പുത്രൻ തന്നെയാണ്. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവിക ഭരണകൂടം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രിത്വം കൽപ്പിച്ചിരിക്കുന്ന വില ഈസ് ഈക്വൽ ടു ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യുവർ ക്രിയേറ്റർ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ അത്രമാത്രം വിലയുള്ളവരാണ്, അത്രമാത്രം വിലയുള്ളവരാണ്.
തന്റെ പുത്രനെ ആദരിക്കാതെ ദൈവം നൽകിയെന്ന് പറഞ്ഞാൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ഇൻഡിവിജ്വലിന്റെ വില ദൈവിക ഭരണകൂടം, ഡിവൈൻ ഗവൺമെന്റ് കണക്കിടുന്നത് ഈസ് ഈക്വൽ ടു ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത്രമാത്രം വിലയുള്ളവരാണ്. ആ നിങ്ങളെയാണ് ദൈവം തന്റെ പുത്രന്റെ വീണ്ടെടുപ്പിനാൽ റിഡീം ചെയ്യാൻ നോക്കുന്നത്. ഈ വീണ്ടെടുപ്പിന്റെ നിയമത്തെ കുറിച്ചുകൊണ്ട് ഞാൻ ഒരു ചിത്രത്തിൽ കൂടെ നിങ്ങളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഈ ചിത്രം പലരും നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ വീണ്ടെടുപ്പിന്റെ കവനന്റ് ആ ഏറ്റവും മേളില് നിങ്ങളിവിടെ കാണുന്ന ചിത്രയ്ക്ക് മാത്രം നോക്കുക. ഇതിനകത്ത് കൂടെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അത് നിങ്ങൾ മൊത്തം നോക്കി സമയം കളയരുത്. ഇതിന്റെ ഫസ്റ്റ് ഏറ്റവും ടോപ്പിൽ ആ ബ്ലൂ കളറിൽ കാണുന്നത് ഒന്ന് മാത്രം നോക്കുക. ഇറ്റ്സ് എ കവനന്റ് ബിറ്റ്വീൻ ഗോഡ് ദ ഫാദർ ആൻഡ് ഗോഡ് ദ സൺ. വീണ്ടെടുക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളാണ് മനുഷ്യ തലമുറ, ആദാമിന്റെ സന്തതികൾ. എന്തുകൊണ്ടാണ് വീണ്ടെടുക്കപ്പെടേണ്ടി വന്നത്? അവര് ഫസ്റ്റ് കവനന്റ് ഫൗണ്ടേഷൻ ആയിരുന്നു. ഒബീഡിയൻസ് നിൽക്കേണ്ട സ്ഥാനത്ത് അവർക്ക് നിൽക്കാൻ സാധിച്ചില്ല. അവര് ഡിസൊബീഡിയൻസിന്റെ മക്കളായി തീർന്നു. അപ്പോൾ ആദാം, ഈ ചിത്രം നിങ്ങൾ കാണുമ്പോൾ സെന്ററിൽ കാണുന്ന ഈ മാനവ തലമുറ മുഴുവന്റെയും ഹെഡ്, നാച്ചുറൽ ഹെഡ് എന്ന് പറയുന്നത് ആദാം എന്ന ആദ്യ മനുഷ്യനാണ്, ഒന്നാം മനുഷ്യനാണ്. ആദാമായിരുന്നു അവരുടെ നാച്ചുറൽ ഹെഡ്. അതിൽ നിന്നാണല്ലോ മാനവ തലമുറ മുഴുവൻ വന്നത്. എന്നാൽ ഡിസോബീഡിയൻസിൽ കൂടെ അവരുടെ ഹെഡ് ആരായി തീർന്നു? സേറ്റാനായി തീർന്നു. അതാണ് അപ്പോസ്തലൻ പൗലോസിനോട് പറയുന്നത്, സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിലേക്ക് തിരിപ്പാനും. ഇതിൽ നിന്നും ഒരു കൂട്ടം ജനത്തെ വീണ്ടെടുത്ത് റിഡീം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? റിഡംഷന്റെ ഒരു ഉപദേശം പഠിപ്പിച്ചിട്ടുണ്ട് ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തില്. വളരെ വ്യക്തമായിട്ട് നമ്മൾ ആ വാക്യം മാത്രം ഒന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോകാം. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്റെ അവകാശത്തിൽ നിന്ന് ഏതാനും വിറ്റാൽ അവന്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് സഹോദരനെ വിറ്റത് വീണ്ടുകൊള്ളണം. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ലേവ്യ പുസ്തകം 25-ാം അധ്യായം എടുത്ത് വായിച്ചോളൂ. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ വീണ്ടെടുക്കണമെങ്കിൽ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കണം. അതാണ് ചെറിയ ഉദാഹരണത്തിൽ കൂടെ തെളിയിച്ചത്. ആ സ്വർണ്ണഖനികളെ വീണ്ടെടുക്കണമെങ്കിൽ ആ വീണ്ടെടുക്കാൻ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനി ഇരുന്ന് കണക്ക് കൂട്ടി നോക്കും. ഈ ഡിമാൻഡ് ചെയ്യുന്ന കോൺട്രാക്ടിങ് കമ്പനി ഡിമാൻഡ് ചെയ്യുന്ന തുകയും ഈ സ്വർണ്ണഖനികളുടെ മൊത്തം വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഇതിനെ വീണ്ടെടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നോക്കും. സോ നിങ്ങളുടെ ക്രിയേഷൻ എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. ഒരു പ്രത്യേക പദ്ധതിയോട് കൂടിയാണ് ദൈവം നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ തന്നോടുകൂടെ തുല്യ സിംഹാസനത്തിൽ നിന്ന് വാഴുവാൻ, ഭരിക്കുവാനാണ് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതെല്ലാം മറന്നുകൊണ്ടിട്ടാണ് പല നിസാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ എറ്റേണൽ ലൈഫ്, നമ്മുടെ ഡെസ്റ്റിനേഷൻ മാറ്റിക്കളയുന്നത്. ചിന്തിക്കാം. അപ്പോൾ ഈ മാനവ തലമുറയുടെ നാച്ചുറൽ ഹെഡായിരുന്നു ആദം എന്ന് പറയുന്നവൻ. അപ്പൊ അവന് അനുസരണക്കേടിന് എന്തായി? പാപം ലോകത്തിൽ കടന്നു. ഓരോരുത്തരും സ്വന്തം മോഹത്താൽ വശീകരിക്കപ്പെട്ടു, മോഹ ഗർഭം ധരിച്ചു, പാപത്തെ പ്രസവിച്ചു, മരണത്തിന് അതിരായി തീർന്നു. ആദാമിന്റെ സിന്നിന്റെ കോൺസിക്വൻസസ് ഒക്കെ തന്നെ ഈ തലമുറക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതിൽ നിന്നും ഒരു കൂട്ടം ജനത്തെ താൻ വീണ്ടെടുത്ത് താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധരാക്കി തനിക്ക് വേണ്ടി വേർതിരിക്കുക എന്നൊരു പദ്ധതിയാണ് പിതാവ് ദൈവം പുത്രനോട് ഡിമാൻഡ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് വേണമെങ്കിൽ അനേക വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആദ്യമായിട്ട് നമുക്ക് വായിക്കാവുന്നത് 89-ാം സങ്കീർത്തനത്തിലാണ് ഇത് കൂടുതലായിട്ട് വിശദീകരിച്ചിരിക്കുന്നത്. അതിന്റെ 3-4 വാക്യങ്ങള്. എന്റെ വൃദ്ധനോട് ഞാനൊരു നിയമം ചെയ്യും, എന്റെ ദാസനായ ദാവീദിനോട് സത്യം ചെയ്തിരിക്കുന്നു, നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും, നിന്റെ സിംഹാസനത്തെ തലമുറയോളം ഉറപ്പിക്കും. ഇത് ശലോമോന്റെ നാച്ചുറൽ സണ്ണായിരിക്കുന്ന ദാവീദിന്റെ നാച്ചുറൽ സണ്ണായിരിക്കുന്ന ശലോമോനോടല്ല പറയുന്നത്. അൾട്ടിമേറ്റ് അത് ക്രിസ്തുവിനുള്ളതായിരുന്നു. നമുക്ക് അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 32-31 വാക്യങ്ങൾ. മറിയോട് ദൂതന് പറയുന്ന ദൂത്, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. നിങ്ങൾ ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷത്തിലെ ജീനിയോളജി, ദാവീദിന്റെ
ഒരു ജീനിയോളജി, ശലോമോനിൽ നിന്നുള്ള യോസേഫ് വരയ്ക്കുള്ള ജീനിയോളജിയും, ഇവിടെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 23-31 വരെ വാക്യങ്ങളില് നാഥാനിൽ നിന്ന്, ദാവീദിന്റെ മറ്റൊരു മകനായിരിക്കുന്ന നാഥാനിൽ നിന്നും മറിയ വന്നിരിക്കുന്ന ഹേലി വരേക്കുള്ള 40 പേരുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ശലോമോനിൽ നിന്നുള്ള കുറച്ച് പേരുടെ പേരുകളൊക്കെ പോയിട്ടുണ്ട്. ആഹാബ്, അതേപോലെ തന്നെ ആകാസ്, ഇവരുടെ പേരുകളൊക്കെ നിങ്ങൾ ഒരു പക്ഷെ ഇവിടെ കാണുകയില്ല. കാരണം ദൈവത്തിനോട് ഏറ്റവും ദ്രോഹം ചെയ്ത പാർട്ടികളാണ്. മത്തായി സുവിശേഷം നിങ്ങൾ ആ ജീനിയോളജി എടുത്ത് വായിച്ചാൽ യഹൂദ രാജാക്കന്മാരിൽ കുറെ രാജാക്കന്മാരുടെ 3 രാജാക്കന്മാരുടെ പേരുകൾ കാണുകയില്ല. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് അവിടേക്ക് പോകുന്നില്ല. ദാവീദിന്റെ സിംഹാസനത്തിന്റെ ജീനിയോളജിയാണ് യോസേഫ് വരെ കാണിക്കുന്നത്. എന്നാൽ ഇത് ബ്ലഡ് റിലേറ്റഡ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടി രണ്ടിടത്ത് വെച്ച് ദൈവം അത് ബ്ലഡ് റിലേഷൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കൃപ ചെയ്യുകയാണെങ്കിൽ മറ്റൊരിക്കൽ അത് കുറിച്ച് പഠിക്കാം. ശെയൽതീയേലിന്റെ മകനായ ശെരുബ്ബാബേൽ എന്ന് നമ്മള് ഹഗ്ഗായിയുടെ പ്രവചന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആക്ച്വലി ശെയൽതീയേലിന്റെ നാച്ചുറൽ സൺ അല്ല ശെരുബ്ബാബേൽ. ശെയൽതീയേൽ മരിച്ചതിന് ശേഷം ന്യായപ്രമാണത്തിന്റെ പ്രമാണപ്രകാരം സഹോദരന് മക്കളില്ലാതെ മരിച്ചാൽ അവന്റെ മറ്റു സഹോദരന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയെ പരിഗ്രഹിച്ച് അവന് വേണ്ടി തലമുറ ഉണ്ടാക്കണം. അതിന്റെ പ്രോപ്പർട്ടി എല്ലാ കാര്യങ്ങളും അവനുള്ളതായിരിക്കും, അവകാശം അവനുള്ളതായിരിക്കും. അങ്ങനെ രണ്ടിടത്ത് വെച്ച് ആ ബ്ലഡ് റിലേഷൻ കർത്താവ് ബ്രേക്ക് ചെയ്തിട്ട്, എന്നാൽ സിംഹാസനം, ദാവീദിന്റെ സിംഹാസനം എങ്ങനെയാണ് ക്രിസ്തുവിന് ലഭിക്കുന്നത് കാണിക്കാൻ വേണ്ടിയാണ് മത്തായി സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിന്റെ 6 തുടങ്ങി 16 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. എന്നാൽ നാച്ചുറൽ ജീനിയോളജി എങ്ങനെ പോകുന്നത് കാണിക്കാനാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 23 തുടങ്ങി 33 വരെ വാക്യങ്ങൾ റിവേഴ്സ് ആയിട്ട് ആദാം വരേക്ക് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ആ സിംഹാസനത്തിന്റെ അധികാരം എങ്ങനെ ലഭിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി പിതാവായ ദൈവം ഡിമാൻഡ് ചെയ്തത്, അന്നൊക്കെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, 5-ാം അധ്യായത്തിൽ ഒന്ന് വായിക്കാൻ പെട്ടെന്ന് വായിച്ചു പോകാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടിവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും എന്നാണ് അവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ കിങ് ജെയിംസ് വെർഷൻ നമ്മൾ വായിക്കുകയാണ് കിങ്സ് എന്നാണ്. ആൻഡ് ഹാത്ത് മേഡ് us kings and priests എന്നതാണ്. പുരോഹിതരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വം. 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ഒൻപതാം വാക്യം, 5-ാം അധ്യായത്തിൽ 9-ാം വാക്യം. പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാൻ നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടോ നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഇതാണ് ക്രിസ്തുവിന്റെ മേലുള്ള അനോയിന്റിങ് എന്ന് പറയുന്നത്, ഓതറൈസേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി അവരെന്ത് ചെയ്യണം? പ്രായശ്ചിത്തം വേണം. അതുകൊണ്ട് ഇവിടെ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഇതാണ് ഈ കവനന്റിലെ പിതാവായ ദൈവത്തിന്റെ ഡിമാൻഡ്. പുത്രൻ പറയുന്നത്, സ്തോത്രം, പുത്രൻ പറയുന്നത് അത് ഞാൻ അതിനുവേണ്ടി ആവശ്യമായ കാര്യം പ്രായശ്ചിത്തം നടത്തിക്കൊള്ളാം. 40-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, സ്തോത്രം, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അതുകൂടെ വായിക്കാം. സങ്കീർത്തനം 40, 6-ാം വാക്യം. ആറോടി വാക്യം. പനനയാകും ഭോജനയാകും നീ ഇച്ഛിച്ചില്ല, നീ ചെവികൾ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാകും പാപയാകും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ പ്രമാണം, ന്യായപ്രമാണം എന്റെ ഉള്ളിലിരിക്കുന്നു. തനിക്ക് വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും താൻ തന്നെയാണ് പ്രവാചകന്മാരിൽ കൂടെ അതൊക്കെ വെളിപ്പെടുത്തിയത്. അതെല്ലാം തന്നെ അറിഞ്ഞുകൊണ്ട് ഈ ഉടമ്പടിയിൽ പിതാവായ ദൈവം പുത്രനായ ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ആദാമിന്റെ വീണ് പോയിരിക്കുന്ന ഈ ജനക്കൂട്ടത്തിൽ നിന്ന്, മാനവ തലമുറയിൽ നിന്ന് ഒരു കൂട്ടം ജനത്തെ വീണ്ടെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രായശ്ചിത്തം നടക്കണം. നമ്മൾ ചിന്തിക്കും, എന്തിനാ പ്രായശ്ചിത്തത്തിന്റെ ആവശ്യം?
എന്തുകൊണ്ടാണ് ഒരു വീണ്ടെടുപ്പിന് ആവശ്യം വന്നത്? ദൈവം ക്ഷമിച്ചാൽ പോരായിരുന്നോ? ഇതൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പിൽ കൂടെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ തനിക്ക് വരാൻ പോകുന്ന, താൻ അനുഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നേരത്തെ മനസ്സിലാക്കിയിട്ട് ഉത്തരം പറയുന്നത്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ വെള്ളത്തിൽ സിഗ്നിഫൈ ചെയ്ത് ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ച് 30 വയസ്സ് വരേക്കും സ്തോത്രം യോസേഫിന്റെ മറിയയുടെ കൂടെ ആയിരുന്നിട്ട് 30 വയസ്സിന് ശേഷം തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് തന്റെ സൃഷ്ടിയായിരിക്കുന്ന യോഹന്നാന്റെ അടുത്ത് സ്നാനപ്പെടാൻ വരുന്ന സമയത്ത് പറയുന്നതാണ്, സ്തോത്രം, ഇങ്ങനെ സർവ്വനീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നാം പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ യാവപ്പെടുത്തന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. ദൈവം എന്നിന്റെ ഇഷ്ടം മാത്രം മതിയൊക്കെ അത് പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോഴാണ് ദൈവം പറയുന്നത്, യു ആർ മൈ ബിലോവഡ് വൺ. മനസ്സിലാവുന്നുണ്ടോ? പ്രവൃത്തിയിൽ കൊണ്ടുവരാനാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഇനിയോ, അപ്പോൾ ഈ ഉടമ്പടി ഈ പിതാവായ പുത്രനുമായിട്ടുള്ള ഉടമ്പടിയാണ്. സ്തോത്രം. ഇതിന് ഒരു കൂട്ടം ജനത്തെ തിരഞ്ഞെടുത്ത് എന്ത് ചെയ്യണം? താൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധരാക്കണം. ഈ വിശുദ്ധനാകുക എന്നുള്ളതിന്റെ ഒരു സിമ്പിൾ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ആദാമിനെ ദൈവം തന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിച്ചു. ദൈവം എത്രമാത്രം വിശുദ്ധനായിരിക്കുന്നോ അതേപോലെ അവന് വിശുദ്ധനായിരുന്നു. ആ വിശുദ്ധൻ എന്ന ആദാമിനെ അശുദ്ധൻ എന്ന് എണ്ണി ഏദൻ തോട്ടത്തിൽ പുറത്താക്കാനുള്ള കാരണം എന്തായിരുന്നു? ഡിസ്ഒബീഡിയൻസ്. ഇതിന് നേരെ റിവേഴ്സ് ചെയ്താൽ മാത്രമേ, അപ്പോൾ വിശുദ്ധൻ എന്ന ആദാമിനെ അശുദ്ധൻ എന്ന് എണ്ണുവാൻ കാരണമായി തീർന്നത് എന്താണ്? ഡിസ്ഒബീഡിയൻസ്. അപ്പോൾ വിശുദ്ധൻ എന്ന് വീണ്ടും എണ്ണണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, കം ബാക്ക് ടു 100% ഒബീഡിയൻസ് ടു ദ ലോ ഓഫ് ഗോഡ്. ഇതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ വളരെ വളരെ ആഴത്തിലിരിക്കണം. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം അനുസരിക്കാന്നല്ല. ചർച്ച എന്ന് പറഞ്ഞത് അതാണ്. നിങ്ങൾ രക്ഷയേറ്റ് പറഞ്ഞു, സ്നാനപ്പെട്ടു, ദൈവസഭയുടെ അടുത്ത് കൊണ്ടുവന്ന നിങ്ങളെ പണിതെടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ദൗത്യം പാസ്റ്റർമാരെ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളെ പൂർണ്ണ അനുസരണമുള്ളവരാക്കി തീർക്കുക. അത് റോമലേഖനം നമുക്ക് അതുകൂടെ വായിച്ചിട്ട് വിരമിക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ നമ്മൾ വായിച്ചതായിരുന്നു. ഒരു പക്ഷെ നിങ്ങൾ മറന്നിരിക്കും. ആമേൻ. 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മലയാളത്തിലാണെങ്കിൽ, ജഡം സംബന്ധിച്ച് ദാവീദിനെ സന്തതി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോട് നിർണയിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ. ഇത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്താ? തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് താനാണ് വിലയ്ക്ക് വാങ്ങുന്നത്. ഒരു പാസ്റ്റർമാരും ഒരു മനുഷ്യനോ ഒരാളെയും വിലയ്ക്ക് വാങ്ങാൻ സാധ്യമല്ല. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൈവദാസന്റെ അടുത്ത് കൊണ്ടുവരുന്നതിനാണ് വിശ്വാസത്തിന് അനുസരണം വരും. വിശ്വസിക്കാൻ അനേകരെ കിട്ടും. ആ വിശ്വാസത്തിന് അനുസരണം വരുത്തുക, അതിനാണ് കൃപയും അപ്പസ്തോലത്വവും കൊടുത്തിരിക്കുന്നത്. ഈ മാർഗത്തിൽ കൂടെ പോകുമ്പോൾ, ഇങ്ങനെയുള്ള ഉപദേശങ്ങളിൽ കൂടെ ഇതെല്ലാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരണം. അതിനായിട്ട് വളരെ പ്രാർത്ഥനയോട് ഒരുക്കത്തോടു കൂടെ, കർത്താവേ, അടിയൻ നിന്റേതാണ്, നിന്റെ യാഗപ്പെടുത്തിയാൽ ഞാൻ വെക്കുന്നു. അവിടെ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. നമ്മളിന്ന് വായിച്ചതാണ്. എന്താണ് അതിന്റെ അർത്ഥമെന്ന് ദൈവകൃപ ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിക്കും. ആ പരസ്യമായി നിർത്തിയിരിക്കുന്നതിന്റെ അർത്ഥം. അപ്പൊ ഈ ചിത്രത്തിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് ആദമാണ് മാനവജാതിയുടെ നാച്ചുറൽ ഹെഡ് ആണെങ്കിലോ, ഈ പദ്ധതി പ്രകാരം, ഈ വീണ്ടെടുപ്പിന്റെ ഉടമ്പടി പ്രകാരം, ഈ ബില്യൺസ് ഓഫ് ഹ്യൂമാനിറ്റിയിൽ നിന്ന് ദൈവവചനപ്രകാരം അവന് റിഡക്റ്റീവ് വാല്യൂ കൊടുത്ത് അവനിൽ വിശ്വസിക്കുന്നവരെയാണ് വീണ്ടെടുക്കുന്നത്. എല്ലാവർക്കും വേണ്ടി വാല്യൂ കൊടുത്തു പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ വീണ്ടെടുക്കപ്പെടുന്നവരുടെ ഹെഡാണ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് പുതിയ നിയമത്തിന്റെ ഉടമ്പടിയുടെ ബേസ് കിടക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കും. അപ്പോൾ ഈ റിഡംഷന്റെ
ഉടമ്പടി പിതാവായ ദൈവം പുത്രനായ ദൈവമാണ്. ഉടമ്പടിയിൽ വീണ്ടെടുക്കപ്പെടുന്ന വ്യക്തികൾ മാത്രമാണ് മനുഷ്യർ. ഉടമ്പടി പിതാവ് ഡിമാൻഡ് ചെയ്യുന്നത് ഈ കൂട്ടത്തിൽ നിന്ന് ഒരു കൂട്ടം ജനത്തെ വീണ്ടെടുത്ത് അതിനാവശ്യമായ പ്രായശ്ചിത്തം നടത്തി വിലയ്ക്ക് വാങ്ങി അവരെ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധരാക്കി തീർത്ത് എന്റെ മുമ്പിൽ നിർത്തണം. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രന്റെ അടുത്തേക്ക് വരാൻ സാധ്യമല്ല. എന്റെ അടുക്കത്ത് വന്നവൻ എന്തെണ്ണം ഒടുക്കത്തെ നാളിൽ ഉയർത്തെന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പുത്രൻ അറിഞ്ഞിട്ട് പറയാണ്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അതവൻ ജലത്തിൽ സാക്ഷീകരിച്ചു, അതവൻ ക്രൂശിൽ നിവർത്തിച്ചു. ദൈവകൃപ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് അടുത്ത ഓരോ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കും, വളരെ പ്രാർത്ഥനയോടുകൂടെ. ഇങ്ങനെയാണ് ഈ ഓരോ കാര്യത്തിൽ എന്തിനാണ് വീണ്ടെടുപ്പിന്റെ ആവശ്യകത, എന്തിനാണ് പ്രായശ്ചിത്തത്തിന്റെ ആവശ്യകത എന്നിട്ട് നമ്മൾ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി താൻ കൊടുത്ത വില എന്താണ് നാം ചിന്തിക്കുന്നതായിരിക്കും. ആമേ. അടുത്ത ക്ലാസ് ദൈവം കൃപയാണെങ്കിൽ ആമേ ക്രിസ്തു ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥൻ. എന്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തിമോത്തീസ് 2:5 വായിക്കുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ മറവിലായി തീർന്ന മനുഷ്യനായ ക്രിസ്തുവേശു. ദൈവം ഇത്രമാത്രം സ്നേഹമുള്ളവനാണ്. എന്തുകൊണ്ട് ഇടയ്ക്ക് ഒരു മധ്യസ്ഥന്റെ ആവശ്യകത വന്നിരിക്കുന്നു. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് വിശ്വാസ ജീവിതത്തിലോ അനുസരണത്തിന്റെ അവസ്ഥയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ദൈവമായ കർത്താവ് ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവമേ സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി സ്തോത്രം, നിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും കർത്താവേ നിന്റെ നാമത്തിനായി വേർതിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കൂടിയിരുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.